അടിപൊളി. ധ്യാനും പ്രണവും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ എന്റെ കണ്ടു തന്നെ അറിയില്ലേ, ഭയങ്കര ഇമോഷണൽ. പക്ക ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ, അടിപൊളി. എന്താ ആ ഒരു വരുന്ന സീനെല്ലാം അടിപൊളി. ധ്യാന്റെ അഭിനയം അമേസിങ്, ഒന്നുമില്ല, നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവർ രണ്ടിലുള്ള കോമ്പിനേഷൻ അടിപൊളി അടിപൊളി. അത് ഫണ്ണാണ്, കോമഡിയാണ്, അടിപൊളി. എല്ലാവരും അടിപൊളി. ധ്യാനും പ്രണവും അടിപൊളി, നല്ല രസം. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഭയങ്കര ഇമോഷണൽ. എത്ര തവണ കരഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല. സെക്കൻഡ് ഹാഫിൽ പിന്നെ നിവിൻ വന്നു. പിന്നെ പുതിയ ജനറേഷൻ ഈ ഒരു ഇതല്ലേ കാണിക്കാൻ അടിപൊളി. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവി ഫസ്റ്റ് ഷോ കാണുന്നത്. അതെ, അത് ഞാൻ ആഗ്രഹിച്ച് ഞാൻ തനിച്ചാണ് വന്നത്. ആദ്യമായിട്ടാ. അതെ അതെ. ഏത് ചാനലാ? ഫസ്റ്റ് ഹാഫിനെക്കാട്ട് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് ആണ്. പിന്നെ നിവിൻപോളി കൊള്ളാം. അല്ല കൊള്ളാം, നല്ലതാണ്. എല്ലാം അടിപൊളിയായിരുന്നു സിനിമ, നന്നായിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ, നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എല്ലാരും അടിപൊളി. കോമ്പിനേഷൻ സീനൊക്കെ അടിപൊളി. നിവിൻപോളി അടിപൊളി, എല്ലാം അടിപൊളി. രണ്ടും അടിപൊളി. ഫസ്റ്റ് ഹാഫും കൊള്ളാം, അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അടിപൊളി. അതിൽ നിവിൻപോളി ബേസിൽ ആ ഒരു എന്റർടൈൻമെന്റ് നിവിൻപോളി തകർത്തിട്ടുണ്ട്. കരിയർ ബെസ്റ്റ് വെച്ചാൽ ഓരോരുത്തരും ഓരോ ജോണർ അല്ലേ. ഇത് വിനീത് സിനിമയുടെ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നു. മൊത്തം ഹൃദയമായിരുന്നു. ആ ഒരു ഫീലുണ്ട്. നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണലി നല്ല രീതിയിൽ ഹുക്കാക്കുന്നുണ്ട്. നല്ല സിനിമ. മ്യൂസിക് ആയാലും BGM ആയാലും എല്ലാം ഒരു രക്ഷയില്ല. നിവിൻപോളിയുടെ കംബാക്ക് എന്ന് വെച്ചാൽ അത് ഉള്ള ടൈമിൽ നിവിൻപോളി സ്കോർ ചെയ്യുന്നത്. വേറെ ആരും സ്കോർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അമ്മ അതില് പൊളി.